എന്നോട് പലരും വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അമ്മ ദേവാലയത്തിലിരുന്ന സമയത്ത് അമ്മ എങ്ങനെയാണ് അമ്മയുടെ കരങ്ങൾ ഉയർത്തി കൈവീശുമ്പോൾ ആകാശവിധാനങ്ങൾ ഓടിക്കൂടി വലിയ ഗരുഡന്റെ രൂപം ധരിക്കുന്നു, ആകാശവിധാനങ്ങൾ ഓടി വന്നിട്ട് മേഘങ്ങളായി ഉരുണ്ടുകൂടി മഴ പെയ്യുന്നു, മഴയെ നിർത്തിക്കുന്നു, അമ്മ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങ് എന്താ മനസ്സിലാക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മയാണ്. ആത്മീയതയുടെ വിവിധ തലങ്ങൾ മാനവരാശി എന്നും തേടിപ്പോകാറുണ്ട്. ഭൗതികമായ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള വലിയ അന്വേഷണമാണ് ഭാരതീയ ഋഷീശ്വരന്മാരും ആചാര്യന്മാരും അതുപോലെ തന്നെ ഗുരുക്കന്മാരും എല്ലാം അന്വേഷിച്ചിട്ടുള്ളത്. അതിൽ അവർ അവരുടേതായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും മാനവരാശിക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ലോകം ഇന്നും വലിയ രൂപത്തിൽ സംഘർഷത്തിൻ്റെയും ആഗ്രഹവും അത്യാഗ്രഹവും ഇങ്ങനെ പല രൂപത്തിലുള്ള മാനവരാശിയാണ് നമ്മൾ കാണുന്നത്. ഈ മാനവ സമൂഹത്തോട് അമ്മയ്ക്ക് പറയുവാനുള്ള സന്ദേശം എന്താണ്? അങ്ങയുടെ ചോദ്യത്തിനനുസരിച്ചിട്ട് സ്പിരിച്വാലിറ്റി അതുപോലെ തന്നെ ദൈവികത, ഇതിലെനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ദൈവികതയെക്കുറിച്ചാണ്. അത് പ്രതിപാദിച്ച പോലെ ഋഷീശ്വരന്മാരും അതുപോലെ തന്നെ അനേക രൂപങ്ങളിലുള്ള ദൈവിക ഭാവങ്ങളും ഭാരത മണ്ണിലെ നല്ലവണ്ണം വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും, പക്ഷേ അതിപ്പോൾ കാലാകാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റം വരുന്നതിന് പകരം അത് വളരെയേറെ സങ്കുചിതമായി അത് ചുരുങ്ങി വളരെ മോശമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിവരമുള്ള ഒത്തിരി പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അതിനൊക്കെയും കാരണം ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എപ്പിസോഡ് ചെയ്താലും തീരാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പ്രപഞ്ചം, പ്രകൃതി, അതുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എന്തിനു വേണ്ടിയാണ്? പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി ഉണ്ടോ, ഒരു ശക്തി ഉണ്ടോ എന്നൊക്കെയാണ് ആദ്യം ഇപ്പോൾ തലമുറയായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിശ്വാസങ്ങൾ, മതം, ജാതി ഇതൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ സമയവും കാലവും അനുസരിച്ചിട്ട് ഓരോന്നും സംഭവിക്കേണ്ടതുള്ളതുകൊണ്ട് സംഭവ്യമായിക്കൊണ്ടേയിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അങ്ങയുടെ ചോദ്യത്തിൻ്റെ പൊരുൾ ഈ വിശ്വാസം എന്നത് ഉറപ്പുള്ളതല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ദൈവത്തെ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടെയാണ് ഇപ്പോൾ. കാരണം ദൈവത്തെ തേടി നടക്കുന്നവർ അനേകം പേരുണ്ട്. ദൈവത്തെ അടുത്തറിഞ്ഞവരാണെങ്കിലോ ദൈവത്തെ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ട്. ദൈവം എന്നൊരു ശക്തി ഉണ്ടോ എന്ന് പരീക്ഷിച്ചറിയാൻ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താനും ധാരാളമായി ഉത്തരം നൽകാനും നിങ്ങളുടെയൊക്കെ അമ്മ എന്ന നിലയിൽ എനിക്ക് സാധ്യമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടെ എനിക്ക് ചൊല്ലിത്തരേണ്ടതുണ്ട്. നമ്മളെ സംരക്ഷിക്കുന്ന പ്രകൃതി, നമ്മൾ എന്തൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും ഒരു നിമിഷം നമുക്ക് പ്രാണവായു ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാത്തവരായിത്തീരും. അതേപോലെ നിലനിർത്താനുള്ള ജലം ഇല്ലെങ്കിലോ അതും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതാവും. മനുഷ്യർ എന്ന് പറയുന്നവർക്ക് തിരിച്ചറിവ് ദൈവം തന്നിരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്, കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് എല്ലാം മാറ്റിയെടുക്കേണ്ട സമയം വരുമ്പോൾ മാറ്റിയെടുക്കപ്പെടേണ്ടതാണ് എന്നുള്ള വിവേചന ബുദ്ധി മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. അതേസമയം മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നുമില്ലാത്ത ഒരു വിവേചന ബുദ്ധി മനുഷ്യന് തന്നിട്ട് പോലും മനുഷ്യൻ ആചാരങ്ങളെ അനാചാരങ്ങളായും ഇപ്പോൾ വന്ന് ഈ കലിയുഗത്തിൻ്റെ അവസാനത്തെത്തുന്തോറും ദുരാചാരങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റേതായ തിക്തഫലങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റിലും ദൈവികമായ കാര്യങ്ങളിലായാലും മാനുഷികമായ കാര്യങ്ങളിലായാലും പ്രകൃതിയിലായാലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ചൊല്ലിത്തരാൻ ധാരാളം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ചായാലും നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. അനേകം വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാർ വനാന്തരങ്ങളിൽ ഇരുന്നു കൊണ്ട്
വനത്തിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥമായ വിഭവങ്ങൾ ശേഖരിച്ച് നല്ല യാഗങ്ങൾ നടത്തിയപ്പോൾ ആ യാഗങ്ങളിലൂടെ പ്രകൃതി നമുക്ക് കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങൾ വരുത്തിത്തരിക, ഋതുഭേദങ്ങൾ, കൃത്യമായ ഋതുഭേദങ്ങൾ നമുക്ക് വരുത്തിത്തരികയും അന്ന് മനുഷ്യർ നല്ല രീതിയിൽ ജീവിക്കുക, കാർഷികമാകട്ടെ വ്യാവസായികമാകട്ടെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും നല്ല രീതിയിൽ കടന്നു പോവുകയും അതൊക്കെ നമ്മൾ അനുഭവിച്ച് ഉയർന്ന് ശാസ്ത്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മനുഷ്യൻ വളരെയേറെ ഉയർന്നു വന്നു. പക്ഷേ ഇപ്പോഴും മനുഷ്യൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ദൈവത്തെയാണ്. ദൈവത്തിലൂടെ എന്താ നമുക്ക് നേടാൻ പറ്റുക? പെട്ടെന്ന് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ വളരെ വേഗം നമ്മൾ ദൈവത്തിലൂടെ മുന്നോട്ട് പോകുമോ? ദൈവം നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് പരമാവധി ആർജിക്കാവുന്നതെല്ലാം ആർജിച്ചെടുക്കാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് മനുഷ്യർ ഇന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ദൈവം എന്ന ശക്തി പൂർണ്ണമായും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഒരു വലിയ ബിഗ് പവർ നമുക്കുണ്ട്. അത് ഉറപ്പായും നിങ്ങൾക്കത് വ്യക്തമാക്കി തരുന്ന ഈ സമയം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ വ്യക്തമാക്കി തരാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അതുപോലെ പലവട്ടം അമ്മ ദൈവമുണ്ട്, ദൈവികതയുണ്ട്, ദൈവം എന്ന വാക്ക് പറയുന്നു. എന്താണ് അമ്മയുടെ സങ്കല്പത്തിലെ ദൈവം? ദൈവം എന്ന് പറയുന്നത് ശരിക്കും അനുഭവിച്ച് അറിയുന്ന ഒരു സംഗതിയാണ് ദൈവം. അത് എന്ത് രൂപത്തിലായിക്കോട്ടെ, സ്വന്തം മാതാപിതാക്കളെ നമ്മൾ അനുഭവിച്ചിട്ടാണ് അറിയുന്നത്, കൂടപ്പിറപ്പുകളെ അനുഭവിച്ചാണ് അറിയുന്നത്, സുഹൃത്ത് ബന്ധങ്ങളെ അനുഭവിച്ചാണ് അറിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതും രുചിച്ചറിയുന്നതാണ്. അറിവ് ആണ് ദൈവം എന്ന് പറയുന്നത്. ആ അറിവ് ഉറപ്പ് വരുമ്പോഴും അനുഭവങ്ങൾ വരുമ്പോഴും ഉണ്ടാകുന്നതാണ് ദൈവികത. അപ്പോൾ നമുക്കതിൻ്റെ ഉറപ്പ് കിട്ടും, അനുഭവങ്ങളും കിട്ടും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, അമ്മ പറയുന്നതനുസരിച്ച് നമ്മുടെ അമ്മ, അച്ഛൻ, മാതാപിതാക്കളെല്ലാം ഫിസിക്കലായി കാണാൻ പറ്റും. രുചി, പിന്നെ രസം, അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ അനുഭവിക്കുന്നത്? നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ദൈവത്തെ നമ്മൾക്ക് ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അറിഞ്ഞു കഴിയുമ്പോൾ ആ രൂപത്തിലായിരിക്കും ദൈവികതയ്ക്ക് നമ്മളെ കാണിച്ചു തരാനോ അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു വഴി ഇപ്പൊ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച് മരിക്കുന്നതിനിടയിൽ അവർ ഭൗതിക ജീവിതത്തിൽ ചെയ്യേണ്ട നൂറുകണക്കിന് കാര്യങ്ങളുടെ പിന്നാലെ പായുന്നതിനിടയിൽ ഇതെങ്ങനെയാണ് അവർക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റുന്നത്? അതെ, ഭൗതികതയും ദൈവികതയും ഒന്നാണ്, അതിൽ വേർതിരിവില്ല. ഭൗതികമായി തന്നെയാണ് ദൈവത്തിന് നിലനിൽപ്പും, ദൈവം മനുഷ്യനെ നിലനിർത്തുന്നതും ഒക്കെ ഭൗതികതയിലാണ്. വെറും വിശ്വാസം കൊണ്ട് മാത്രമല്ല. നിങ്ങൾ കാണുന്ന ക്ഷേത്രങ്ങളിലിരിക്കുന്ന ശക്തികളെയൊക്കെയും ഭൗതികതയിൽ തന്നെയാണല്ലോ കാണുന്നത്. അതിന് ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് ഒരു വിഗ്രഹം വെക്കുന്നു എന്ന് മാത്രം. ആ വിഗ്രഹത്തിലൂടെ ദർശനം ലഭിക്കുന്നവർ അനേകം പേരില്ലേ? അതുള്ളത് കൊണ്ടാണല്ലോ ഈ വിശ്വാസം എന്ന് പറയുന്നത് മുറുകെ പിടിച്ച ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും, സ്പർശിക്കാൻ സാധിക്കും, അനുഭവിച്ചറിയാൻ സാധിക്കും, അനുഭവിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ശില്പമാണല്ലോ. അപ്പൊ അതിനകത്ത് എവിടെയാണ് ദൈവം ഇരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ? അതെ, അവിടെയാണ് ചൈതന്യം എന്ന് പറയുന്ന ഒരു സാധനം. ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ. അതുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താണ്? ഇപ്പൊ മറ്റു കാര്യങ്ങൾ നമുക്ക് തൊട്ടറിയാം, കണ്ടറിയാം, കേട്ടറിയാം, അനുഭവിച്ചറിയാം. അവിടെ ചെന്നിട്ട് നമ്മളിപ്പോ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ ഒരു വിഗ്രഹത്തിനടുത്ത് ചെന്നിട്ട് അവിടെ ദൈവമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളിന് ഒരിക്കലും ദൈവം ഉണ്ടെന്ന് സങ്കല്പിച്ച് വരാൻ കഴിയില്ല. അപ്പൊ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ മാത്രമാണ് ഈ ദൈവം. അല്ലല്ല, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ മാത്രമല്ല ദൈവം. ഒരു അന്ധവിശ്വാസിയായ ഒരു മനുഷ്യന് പോലും ദൈവത്തിന് അവനെ വിശ്വാസത്തിലെ അല്ലെങ്കിൽ അവന് പ്രത്യക്ഷപ്പെട്ടു കൊടുക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു കൊടുക്കും. അവൻ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ള രീതിക്കനുസരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ അവളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അംശമാണോ ദൈവം? അത് കൂടെ ഉള്ളതാണോ? സദാ എല്ലാ സ്ഥലത്തും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ പോലും ദൈവത്തിന്റെ അംശമുണ്ടല്ലോ. നമ്മൾ ജനിക്കുന്നതിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ തന്മാത്രകളെല്ലാം ദൈവിക അംശങ്ങൾ അടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ നാം എന്തിനാണ് അമ്പലത്തിൽ പോകുന്നു, പൂജിക്കുന്നു, ആശ്രമങ്ങളിൽ പോകുന്നു? അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ അംശം തന്നെയല്ലേ, നമ്മൾ അംശമേ ആവുന്നുള്ളൂ, ഒരു തന്മാത്രയാകുന്നുള്ളൂ.
അപ്പോൾ നമ്മളെന്ന ഒരു തന്മാത്ര അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്ന ആ ശക്തിയെ നമുക്ക് സ്വീകരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ എത്തിച്ചേരണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും 33 കോടി ദൈവങ്ങളും അത്ര ദേവതാ സമ്പ്രദായമൊക്കെ ഇങ്ങനെ വളരെ വൈപുല്യമായി വന്നിരിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ? അതെ, ഇന്ത്യൻ സംസ്കാരം എന്ന് മാത്രമല്ല, ഈ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് വളരെ വിപുലമായ, ആദ്യകാലം മുതൽ വളരെയേറെ വിപുലമായ ഒരു സംസ്കാരം ഉള്ളതാണ്. കാരണം പ്രകൃതിയെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ മാനവരാശി ജീവിച്ച സ്ഥലമാണ് ഭാരതഭൂമി. അതായത് ജംബൂദ്വീപ് എന്നറിയപ്പെടുന്ന ആദ്യകാലം മുതലുള്ള ഭാരതഭൂമി. അവിടെയാണ് മനുഷ്യൻ പ്രകൃതിയെ ആരാധിച്ചു തുടങ്ങിയത്. ഇടിമിന്നലിനെയും ചരിത്രം അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങക്ക് അറിയാമല്ലോ ചരിത്രമൊക്കെ. അപ്പോൾ നമ്മുടെ ഇടിമിന്നലിനെയും വായുവിനെയും ജലത്തെയും ആകാശത്തെയും എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങളെല്ലാം അവർ ആരാധിച്ചു തുടങ്ങി. അന്ന് ദൈവത്തിനൊരു രൂപമില്ല, ഭാവമില്ല. പക്ഷേ തന്നെ പോലെ തന്നെ ആയിരിക്കും ദൈവം എന്ന് അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് അവർ ദൈവത്തെ അറിയാൻ ശ്രമിച്ചത്. പക്ഷെ ദൈവികത ഇന്ന രൂപത്തിലായിരിക്കും എന്ന് പറയാം. ഉദാഹരണത്തിന് സാക്ഷാൽ മഹേശ്വരൻ അവിടുന്ന് ഇന്നും വസ്ത്രങ്ങൾ അണിഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആദിപുരുഷനാണ്. ആദിപുരുഷൻ മരവുരിയും മൃഗത്തിന്റെ തോലും ധരിച്ച് മനുഷ്യനെ കാണിച്ചു കൊടുത്തത് എന്തിനാ? നിന്റെ നഗ്നത മറയ്ക്കാൻ, അല്ല നഗ്നനായി നീ നടക്കാനല്ല, നിന്റെ നഗ്നത മറയ്ക്കാൻ, നിന്റെ ഉള്ളിലെ ദോഷങ്ങൾ മറച്ചു വെക്കാൻ, ഒഴിവാക്കാൻ, ഇല്ലാതെയാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് വസ്ത്രം ധരിച്ച് കാണിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെയല്ലേ പിന്നീട് വരുന്ന ഓരോ യുഗങ്ങളിൽ മാനവരാശി ചെയ്തു വന്നത്? മാനവരാശിയുടെ കുഴപ്പങ്ങൾ കൊണ്ടും കൂടിയാണ് പ്രകൃതിക്ക് ഇത്രയും മാറ്റമുണ്ടായെന്ന് പറയുമ്പോൾ, പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു വലിയ സൈന്ധവ സംസ്കാരം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. സരസ്വതി നദിയുടെ സംസ്കാരത്തിന്റെ കാലം, അതായത് നമ്മുടെ ഹാരപ്പ സംസ്കാരത്തിലൊക്കെ കുറെ അധികം പ്രകൃതിയുമായി ചേർന്ന് ആണ് ജീവിച്ചത്. പക്ഷെ അപ്പോഴും പ്രളയം വന്നിട്ടും വരൾച്ച വന്നിട്ടും ഹാരപ്പ സംസ്കാരത്തെ ഇല്ലാതാക്കി. അപ്പോൾ ഈ പ്രളയം വരുന്നതും വരൾച്ച വരുന്നതും അല്ലെങ്കിൽ പ്രകൃതി ഇങ്ങനെ മാറുന്നതും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞാൽ അത് എത്ര കണ്ട് ശരിയായിരിക്കും? മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല, പ്രകൃതിക്ക് മാത്രമേ മാനവരാശിയെ അതാത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധ്യമാവൂ. അങ്ങ് ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് ഭൗമശാസ്ത്രത്തെക്കുറിച്ച് നന്നായി പഠിച്ചാൽ അങ്ങനെയൊക്കെ മനസ്സിലാവുമല്ലോ. ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? മാനവരാശി കൂടുതൽ ആർത്തി കൂടും അല്ലേ? കല്ലിനും മണ്ണിനും മരത്തിനും ഒക്കെ ആർത്തി കൂടുമ്പോൾ ദാ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു കുന്ന് മുഴുവൻ ഇടിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് വീണ്ടും എന്താ കിട്ടാതിരിക്കുക? ജലം കിട്ടുന്നില്ല, വായു കിട്ടുന്നില്ല. അപ്പൊ നീ മനസ്സിലാക്ക് എന്തുകൊണ്ടാണ് നിനക്ക് പ്രളയം വരുന്നത്, എന്തുകൊണ്ടാണ് പ്രകൃതി നിന്നെ വശംവദനാക്കുന്നത്. നശിക്കുമ്പോൾ അവൻ വീണ്ടും ചിന്തിക്കും അല്ലെ? വിവേചനത്തോടുകൂടി മാനവരാശി ചിന്തിക്കണം. തങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രകൃതിക്ക് മാത്രമേ മനുഷ്യനെ നേരെയാക്കിയെടുക്കാൻ സാധ്യമാവുള്ളൂ. മാനവരാശിയെ ഉന്മൂലനം ചെയ്യാനും വീണ്ടും നമ്മുടെ പ്രകൃതിയിൽ കൂടുതൽ മാനവരാശിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും നന്മ നിറഞ്ഞവരാക്കി തീർക്കുന്നതിനും സാധ്യമാവുള്ളൂ. ലോകത്ത് ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്നതായിട്ടാണ് ഐക്യരാഷ്ട്രസഭയൊക്കെ പറയുന്നത്. പക്ഷെ ആ സന്തോഷത്തോട് കൂടി കഴിയുന്ന ആളുകളോട് ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, മതത്തിൽ വിശ്വസിക്കുന്നില്ല, ജാതിയിൽ വിശ്വസിക്കുന്നില്ല. പലർക്കും ജനിച്ച മതമേത്, ജാതി ഏതെന്ന് അറിഞ്ഞുപോലും കൂടാ. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ആത്മീയത അല്ലെങ്കിൽ ദൈവികത എന്ന് പറയുന്ന ഒരു വലിയൊരു അനിവാര്യതയാണോ നമുക്ക് ജീവിതത്തിൽ? അനിവാര്യതയാണ്. അവര് അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശീലമാണ് അതൊക്കെ. അവർ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആ ഒരു ശീലം, ആ ശീലം എല്ലാവരും കൊണ്ടുപോയാൽ എല്ലായിടത്തും പ്രാവർത്തികമാക്കണം. പക്ഷേ അവിടെയും ആത്മീയത ഉണ്ട്, ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അവർ പ്രകൃതിയെ ആത്മാവായി സ്വീകരിച്ചുകൊണ്ടാണ് പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? പ്രകൃതിയെ ആത്മാവായി സ്വീകരിക്കുന്നുണ്ടോ? എന്നോട് പലരും വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അമ്മ ദേവാലയത്തിലിരുന്ന സമയത്ത് അമ്മ എങ്ങനെയാണ് അമ്മയുടെ കരങ്ങൾ ഉയർത്തി കൈവീശുമ്പോൾ ആകാശവിധാനങ്ങൾ ഓടിക്കൂടി വലിയ ഗരുഡന്റെ രൂപം ധരിക്കുന്നു, ആകാശവിധാനങ്ങൾ ഓടി വന്നിട്ട് മേഘങ്ങളായി ഉരുണ്ടുകൂടി മഴ പെയ്യുന്നു, മഴയെ നിർത്തിക്കുന്നു, അമ്മ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങ് എന്താ മനസ്സിലാക്കുന്നത്? നൈവേദ്യം സ്വീകരിച്ചുകൊണ്ട് അമ്മ കൈവീശുമ്പോൾ മേയാൻ വിട്ട ആട്ടിൻപറ്റങ്ങൾ ഓടി വന്നണയും പോലെ
വെൺമേഘങ്ങൾ നീലാകാശത്ത് നിമിഷങ്ങൾക്കുള്ളിൽ എവിടെയോ നിന്നെല്ലാം പറന്നു വന്നണഞ്ഞ് വലിയൊരു ഗരുഡന്റെ രൂപം ധരിച്ച് ചിറകുകൾ വീശി കഴുത്തു നീട്ടി ചുണ്ടുകൾ താഴ്ത്തി നിത്യാരാധനാലയത്ത് നോക്കി നിൽക്കുന്നതും ഒപ്പം ഈ മേഘഗരുഡന്റെ മുകളിൽ വലത്തും ഇടത്തുമായി സൂര്യചന്ദ്രന്മാർ വെൺപ്രഭ വിതറി നിൽക്കുന്നതുമായ അപൂർവ കാഴ്ചയും നമുക്ക് ദർശിക്കാനാകും. നയനാനന്ദകരമായ ഈ കാഴ്ചയ്ക്കിടയിൽ ഗരുഡനും അതിന് താഴെയായി കൃഷ്ണപ്പരുന്തുകളും അണിനിരക്കുന്നതും അപൂർവവും അത്ഭുതകരവുമായ കാഴ്ച ഭക്തർക്ക് നവ്യാനുഭൂതിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അമ്മ ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രപഞ്ചത്തിൽ, ഇപ്പൊ പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ടാർസൻ പാട്ടുപാടിയപ്പോൾ മഴ പെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. മേഘമൽക്കാർ ഒരു സംഗീതം തന്നെ വന്നിട്ടുണ്ട് ഭാരതത്തിൽ. ഇപ്പൊ അമ്മ പറഞ്ഞ അനുസരിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മഴ പെയ്യുന്ന കാര്യമായാലും പരുന്ത് പറക്കുന്ന കാര്യമായാലും സൂര്യന്റെ അല്ലെങ്കിൽ മകരനക്ഷത്രം വരുന്ന കാര്യമായാലും അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. അതുകൂടി അമ്മയ്ക്കൊന്ന് വിശദമാക്കാമോ? അങ്ങനെ രണ്ടാമത് പറഞ്ഞ മകരജ്യോതിയെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത് എപ്പിസോഡായിട്ട് പറയാം. മകരജ്യോതി അങ്ങനെ നിൽക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും. അങ്ങയുടെ ചോദ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്രകൃതിക്ക് നമ്മളെ സംരക്ഷിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ദുർഗതികൾ ഏറ്റുവാങ്ങിയിട്ട് പ്രകൃതി വളരെ ദുഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂഷിതമാണ് നമ്മുടെ പ്രകൃതി. അപ്പോൾ പ്രകൃതിയെ വീണ്ടും എനർജറ്റിക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന യാഗങ്ങൾ എന്നൊരു സംഗതിയുണ്ട്, മഹായാഗങ്ങൾ. അത് ഇപ്പോൾ വന്നിരിക്കുന്ന യാഗങ്ങൾ, ഇപ്പോൾ കേൾക്കുന്ന യാഗങ്ങളും അല്ല. ഇനി വരേണ്ടത് നവയുഗ യാഗങ്ങളാണ്. അതായത് പുതിയ യുഗത്തെ നമുക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിക്ക് കൊടുക്കുന്ന ഊർജം, പ്രകൃതിക്ക് എന്തുമാത്രം ഊർജം വേണം. സൂര്യചന്ദ്രാദികൾ, നമ്മളെ ഭൂമിയെ മുഴുവനുമായിട്ട് ഭരിക്കുന്ന സൂര്യചന്ദ്രന്മാരാണെന്ന് അറിയാലോ. അപ്പോൾ രാത്രിയിൽ ചന്ദ്രൻ ഉദിക്കുന്നു, നമുക്ക് തണുപ്പ് തരുന്നു. പകൽ സൂര്യൻ ഉദിക്കുന്നു, ചൂട് തരുന്നു. അപ്പോൾ ഇവരെയൊക്കെയും നമ്മൾ എനർജറ്റിക് ആക്കി നിർത്തണമെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഒരു ദിവസം ഭക്ഷണം സമയാസമയങ്ങളിൽ കഴിക്കുന്നത് എന്തിനാണ്? ഊർജം വേണം, നമുക്ക് പ്രവൃത്തി ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കർമ്മത്തിലേക്ക് വരണമെങ്കിൽ, പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ ഇതിനൊക്കെ പൂർണ്ണമായ ഊർജം നൽകിയേ മതിയാവുള്ളൂ. അവസാനമായ ഒരു ചോദ്യം. ഈ ബ്രഹ്മാണ്ടം പോലെ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭാരതത്തിലൊക്കെ പറയുന്ന അണ്ടകടാകം പോലെ കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ വളരെ നാമമാത്രമായ മനുഷ്യന്റെ യാഗങ്ങൾ കൊണ്ട്, നവയുഗമാകട്ടെ ഏതോ ആയിക്കോട്ടെ, യാഗങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാക്കാൻ കഴിയുമോ? കഴിയും എന്നുള്ളതിന് ഉറപ്പ് ഇതാ അമ്മ തരുന്നു. കാരണം നമുക്ക് അങ്ങനെ ഒരു യാഗം സമൂഹം നടത്തിയതാണെങ്കിൽ അതിനുള്ള അത്ഭുതം കാണിച്ചു കൊടുക്കാം. അത് ശാസ്ത്രജ്ഞന്മാർ വന്നോട്ടെ, ശാസ്ത്രീയമായി തന്നെ അത് കണ്ടു മനസ്സിലാക്കിക്കോട്ടെ. അതിനായിട്ട് അവർ ഒരുങ്ങുകയാണെങ്കിൽ, മാനവരാശി ഒരുങ്ങുകയാണെങ്കിൽ, അത് ഏത് രാജ്യത്തായാലും എവിടെയായാലും ഏത് ലോകത്തായാലും, അങ്ങ് പറഞ്ഞതുപോലെ അണ്ടകടാകം പോലെ കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തായാലും പ്രകൃതി നമ്മൾ പറയുന്നതിനനുസരിച്ച്, നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ച് അനുസരിക്കുമോ ഇല്ലേ എന്ന് യാഗങ്ങളിലൂടെ തെളിയിച്ച് കാണിച്ചു തരാം, ഉറപ്പായി.